ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനുകളിലൊന്നാണ് ALP എന്ന് പറയുന്നത്. ALP 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിച്ചവർക്കും ഒക്കെ ഒരു സംശയം ഉണ്ടാകും, ഇതിൻ്റെ CBT 1 എക്സാമിനേഷൻ എന്നേക്ക് ഉണ്ടാകും എന്നുള്ളത്. നമുക്കറിയാം CBT 1ഉം CBT 2ഉം ഉണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ്റെ CBT 2 എക്സാമിനേഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട് എന്നൊക്കെ ഒരു ധാരണ പലർക്കും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടിടും, എക്സാം ഇങ്ങനെ റെഗുലറായിട്ട് നടത്തും, അതിൻ്റെ CBT 2 നടത്തും, മെഡിക്കൽ നടത്തി, റിക്രൂട്ട് നടത്തി പോകും. ആദ്യം മനസ്സിലാക്കേണ്ടത്, റെയിൽവേയിൽ എപ്പോഴും വിടുന്ന നോട്ടിഫിക്കേഷൻ വേക്കൻസികളുടെ എണ്ണം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും അവർ നിയമനം നടത്തുന്നത്. അതായത് അവർ 100 പേർക്ക് വേണ്ടി 2025 നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ 100 പേരെ ആയിരിക്കും അവർ എടുക്കുന്നത്. അതിനകത്ത് ജനറൽ, OBC, SC, ST എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ച് ആ 100 എന്ന് പറയുന്ന നമ്പറിൽ മാത്രമുള്ള കാൻഡിഡേറ്റ്സിൽ ഒതുക്കി നിർത്തും. അല്ലാതെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുക്കുക അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 2025 വന്ന നോട്ടിഫിക്കേഷനിൽ ആ 25 എത്ര പേർക്ക് വേക്കൻസി ഉണ്ടോ അവരെ തന്നെ ആയിരിക്കും ഫുൾഫിൽ ചെയ്യുന്നത്. 26 പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന വേക്കൻസികളിലായിരിക്കും നിങ്ങൾ നിയമിതരാകുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷനും ഈ പ്രാവശ്യത്തെ എക്സാമിനേഷനും കൂടി ഒരു ബ്ലെൻഡ് വരികയോ ഒന്നും ഉണ്ടാവില്ല. രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും CBT 2 കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് CBT 1 നടത്താൻ വലിയ പാടൊന്നുമില്ല. മാത്രവുമല്ല, ഇത് നടത്തുന്നത് ഒരു പ്രൈവറ്റ് വെൻഡറാണ്, കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ധാരാളം വെന്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും നടത്താം. അപ്പോൾ നമുക്ക് സമയം കിട്ടും, കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാം എന്നൊന്നും പറഞ്ഞ് ആരും റിലാക്സ്ഡ് ആവരുത്. അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡേറ്റാസ് ഒന്ന് വിലയിരുത്തി നോക്കാം. അപ്പം ആപ്ലിക്കേഷൻ ഓൾറെഡി നമുക്കറിയാം, ആപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും ഏറെക്കുറെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ക്ലോസ് ആയത് മെയ്യിലാണ്. മെയ് മാസത്തിൽ ഇത് കറക്ഷൻ വിൻഡോ ക്ലോസ് ആയി കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ 2024-25 നോക്കുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. അന്ന് ഏപ്രിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. മെയ് മാസത്തോടു കൂടി അവരുടെ കറക്ഷൻ വിൻഡോസ് എല്ലാം ക്ലോസ് ആയി, അതായത് ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ഫെബ്രുവരിയിൽ CBT 1 എക്സാമിനേഷൻ നടത്തി. മനസ്സിലായല്ലോ? അതായത് ഫെബ്രുവരിയിൽ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാം നടത്തി. അതായത് നമ്മുടെ മുമ്പിലേക്ക് ബാക്കി നിൽക്കുന്ന ദിവസങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതായത് നോട്ടിഫിക്കേഷൻ ഏപ്രിൽ വരുന്നു, ഏതാണ്ട് ഏപ്രിൽ തുടങ്ങി ഏപ്രിൽ മെയ്യോട് കൂടി ആപ്ലിക്കേഷൻ വിൻഡോ, അതായത് മെയ് വെച്ച് കൂട്ടിയാൽ തന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഇത്രയും സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ സമയം എല്ലാവർക്കും തുല്യവുമല്ല. കാരണം പല പല CBTകളിലായിരിക്കും ചിലർ സെലക്ഷൻ കിട്ടുന്നത്. ആ സെലക്ഷൻ അനുസരിച്ച് ചിലർക്ക് ഒരു 5-6 ദിവസങ്ങൾ നേരത്തെയോ 5-6 ദിവസം ലേറ്റായിട്ടോ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യപ്പെടുക. ഇനിയും ഓവറോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷനുകൾ മുഴുവൻ നടന്നത്, അതായത് ചരിത്രപരമായിട്ട് ഒരു എക്സാമിനേഷനുകളുടെയൊക്കെ രീതി. ഇത് 2019 നടക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമായിരുന്നു എക്സാമിനേഷൻ നടന്നത്. അതായത് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, കോവിഡ് ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പും നല്ല ഡിലേസ് റെയിൽവേസ് കാണിക്കാറുണ്ട്. അതായത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾക്കടുത്ത് 12 മാസത്തിൽ കൂടുതലൊക്കെ ഗ്യാപ്പൊക്കെ ഇട്ട് നടത്തുന്ന എക്സാമിനേഷന്റെ ചരിത്രമൊക്കെ റെയിൽവേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മാറുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്തുമ്പോൾ റെയിൽവേയുടെ ഒരു ആപ്ലിക്കേഷൻ വിളിച്ച് CBT 1, അതായത് അതിന്റെ ആദ്യത്തെ ലെവൽ എക്സാമിനേഷൻ നടത്തുന്നതിനുള്ള മിനിമം ടൈം എന്ന് പറഞ്ഞാൽ 2.5 മാസവും മാക്സിമം ഒരു 4 മുതൽ 6 മാസവും ഉള്ള വരെ ആകുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടത് 2.5 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറ്റാം, എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി 2026 എത്തുമ്പോൾ ചിലപ്പോൾ ഇത് വേഗത കൂടിക്കൂടാഴികയൊന്നുമില്ല. കാരണം ഇതൊരു സൈക്ലിക് മൂവ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾ കരുതും ധാരാളം എക്സാംസ് ഉണ്ട്, അതായത് RRBയിലെ JEE ഉണ്ട്, അതുപോലെ തന്നെ RRBയിലെ ഗ്രൂപ്പ് D ഉണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളുള്ള എക്സാമിനേഷനുകൾ ഇങ്ങനെ റോൾ ബൈ റോൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ എക്സാമിനേഷൻ ഡിലേ ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പലതിന്റെയും എക്സാമിനേഷന്റെ ടയർ 2 ആണ് നടക്കുന്നത്, പലതിന്റെ എക്സാമിനേഷന്റെ ടയർ 1 എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകും. അതായത് ടയർ 2വിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ എലിമിനേഷന് ശേഷം നടക്കുന്ന ഒരു ടയർ 2 എക്സാമിനേഷൻ ആയിരിക്കും. അതായത് 1 ലക്ഷം പേര് അല്ലെങ്കിൽ 2 ലക്ഷം പേര് എഴുതിയ പരീക്ഷയ്ക്ക് ഉണ്ടാക്കി എടുക്കേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ടയർ 2 നടത്താൻ വേണ്ട. അതിന്റെ ഒരു 10-1 ഇൻഫ്രാസ്ട്രക്ചർ മാത്രം മതിയാവും. അപ്പം അവർക്ക് കൃത്യമായിട്ടത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഇതേ സമയം തന്നെ അവർക്ക് വലിയൊരു മാസീവായിട്ടുള്ള എലിമിനേഷൻ നടത്തേണ്ടുന്ന ഒരു റോള് എവിടെയുണ്ട്, ടയർ 1-ലുണ്ട് താനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയർ 1 എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അവർ തീർത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ജോലിയും അവർക്ക് വളരെ പെട്ടെന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിനൊരു ഗ്യാപ്പ് അവർ അധികം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ നടത്തും. അതായത് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, റെഡിനെസ് ആയിരിക്കുക. നമ്മൾ ഒട്ടും ഡിലേ ആവാതെ ഈ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. മാത്രമല്ല ഈ റെയിൽവേ എക്സാമിനേഷനിലൊക്കെ
ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? സ്പീഡാണ്. അതായത് കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യനുകൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ മാത്സും റീസണിങ്ങും വളരെ ക്രിട്ടിക്കലായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു മേഖലയാണ്. അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആക്യുറസി കൊടുക്കണം. മാക്സിമം സമയത്തിൽ അത് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സയൻസ് പോലുള്ള ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടേക്ക് എത്തേണ്ടതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങണം. അതായത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് തീർത്ത ശേഷം നമ്മൾ വർക്കൗട്ടിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് ഒരു മിഷനൈസ്ഡ് ടെക്നിക്കിലേക്ക് നമ്മൾ എത്തണം. അതായത് ഒരു മിനിമൽ ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. 30 സെക്കൻഡ് കൊണ്ടും 40 സെക്കൻഡ് കൊണ്ടും ഒരു മാത്സ് പ്രോബ്ലം ചെയ്യുവാനും റീസണിങ് പ്രോബ്ലം ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായതാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വലിയ വില്ലനെ നമ്മൾ ഓവർകം ചെയ്യാനും കഴിയണം. അത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യനുകൾ നെഗറ്റീവ് ഇല്ലാതെ ശരിയാക്കുന്നതിന് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിലും വളരെ വലിയ പാടാണ് CBT 2 എത്തുന്നത്. അതായത് CBT 2 നമ്മൾ CBT 1 കൂടി എഫർട്ട് ഇടണം. കാരണം CBT 2 വരുന്ന പല കണ്ടന്റുകൾ നമ്മൾ CBTക്കൊപ്പം തന്നെ പഠിച്ചു തീർത്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്തേക്ക് ഫ്രഷപ്പ് ആയിട്ട് ഒരു സ്ട്രോങ് ഹോൾഡിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ. അതായത് CBT പഠിക്കാം, CBTക്ക് ശേഷം CBT 2 പഠിക്കാം എന്നൊന്നും നമുക്ക് കരുതി നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. നിങ്ങളുടെ പഠനത്തെ വളരെയധികം പിന്നോട്ടേക്ക് അടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. CBT 1ഉം CBT 2ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ CBT 1നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചും ഉണ്ട്. അതുപോലെ തന്നെ CBT 1ഉം CBT 2ഉം ഫോക്കസ് ചെയ്തുള്ള ബാച്ചും ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, CBT 2ഉം കൂടി ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് രണ്ടും കൂടി പഠിച്ച് ഒരുമിച്ച് ഇതിനെ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ടാക്കിൾ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ CBT 1 മാത്രം, CBT 2 സബ്ജക്ട് ഡെപ്ത് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം CBT 1 ധാരാളം എഫർട്ട് കൊടുക്കേണ്ടതുണ്ട്. CBT 1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എലിമിനേഷൻ ആണ്. അത് നന്നായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷനും അഡോപ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ശേഷമുള്ള സമയം മതി എന്ന്, അതായത് സബ്ജക്ട് ഡെപ്ത് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സമയം ഒരു ഫ്രഷപ്പ് ചെയ്ത് പോയാലും മതിയാവും. അപ്പോൾ ഈ 2 കോഴ്സും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുള്ളത് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.